ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ? അയ്യോ അത് നഷ്ടപ്പെട്ടു പോയല്ലോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറേ സമയമെടുക്കും. എന്ന് വെച്ചാൽ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് പോകില്ല. വിലപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോകുന്നത്. ചിലപ്പോൾ ഒരു കടം വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് പൊളിഞ്ഞു പോയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൊബൈൽ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല രീതികളിൽ. അപ്പോൾ ഈ നഷ്ടപ്പെടൽ ഒരു അനുഗ്രഹമായിട്ട് കൺവേർട്ട് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. അത് പല സമയങ്ങളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനത് പഠിച്ചത്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു 12 കൊല്ലത്തോളം ഞാനത് റൺ ചെയ്തു. പക്ഷേ അവിടെ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് ആത്മീയ ചിന്തകൾ ഒരുപാട് കടന്നു വന്നിട്ട് സ്ഥാപനത്തിലിരിക്കാനോ അത് പ്രോപ്പറായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കാണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാത്തേ ഉള്ളൂ അല്ലേ? നഷ്ടത്തിലേക്ക് പോയി. അപ്പോൾ അത് നഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ നഷ്ടം ഉണ്ടായെന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അതുപോലെ എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു അവസ്ഥയിലാണ് ഞാനത് ആ സമയത്ത് സഞ്ചരിച്ചിരുന്നത്. എൻ്റെ ആത്മീയമായ യാത്രകൾ, അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, ക്ലൈൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ അത് ആ ബിൽഡിങ്ങിൽ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ കട നടത്തിയിരുന്ന ആ ഒരു ബിൽഡിങ്ങിനകത്ത് ചില വാസ്തുവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ആ സാധനം സ്റ്റോപ്പ് ചെയ്യാനെടുത്ത തീരുമാനം എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അത് പലരും എന്നോട് ഒരുപാട് ആൾക്കാർ എന്നെ വിമർശിച്ച്, ഇത് ചെയ്യരുത്, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യരുത്, ആ ജംഗ്ഷനിൽ, അത്രയും നല്ലൊരു ജംഗ്ഷനിൽ ഒരു അങ്ങനത്തെ വലിയൊരു മുറി, ഭയങ്കര വലിയ മുറിയായിരുന്നു അത് അങ്ങനെ കിട്ടില്ല, ചെറിയ വാടക കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പണ്ടേ പോലെ നമ്മുടെ കയ്യിലുള്ളൊരു പ്രോപ്പർട്ടിയായിരുന്നു, വാടക മുറിയാണ്. പക്ഷേ അത് ധൈര്യത്തോട് കൂടിയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അന്ന് ആ സമയത്ത് എനിക്ക് ഈ മറ്റേ നമ്മുടെ ബിസിനസ് അന്ന് അത്രയും ഫ്ലറിഷ് ആയിട്ടില്ല. നമ്മുടെ ടൂറിസ്റ്റ് ഹോമിൻ്റെ പരിപാടി ചെറിയ തോതിലുള്ളൂ, അത്രയും മുറികളൊന്നുമില്ല. പക്ഷേ ഞാൻ ധൈര്യത്തോട് കൂടിയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ ഇതുപോലെ ആളുകൾ എന്നെ വിമർശിക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അയ്യോ ഞാൻ ചെയ്തത് മണ്ടത്തര ആകുമോയെന്ന്. പക്ഷേ മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് എന്നുള്ള മട്ടിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ചെയ്തു. പക്ഷേ ഇതുപോലെ എല്ലാവരും എന്നെ വിമർശിച്ചു, മണ്ടത്തരമാണ്, വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കത് പോസിറ്റീവായിട്ട് തോന്നുന്നു. കാരണം വാസ്തുവിൻ്റെ പ്രശ്നമുള്ള ഒരു രാശിയില്ലാത്തൊരു മുറിയിലാണ് ഞാൻ ഇരുന്നത്. അവിടെ നിന്ന് ഞാൻ എന്നിറങ്ങിയോ അന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതിനുശേഷം എൻ്റെ ഈ ബിസിനസ് അതിനുശേഷം പെട്ടെന്നായിരുന്നു ഞങ്ങൾ തടച്ച് വളർന്നത്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ അതിന് കുറച്ച് നാൾ മുന്നേ ഞാൻ പോയി. 2-3 വർഷം അടുപ്പിച്ച് പോയി കൊല്ലൂർ മൂകാംബികയിൽ. അപ്പോൾ കൊല്ലൂർ മൂകാംബികയായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങുന്നതാണ്, അത് ഇന്നും തുടരുന്നു. അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആക്ച്വലി എൻ്റെ ഈ ഒരു ഷിഫ്റ്റ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ ആ ഒരു മാറ്റത്തിലേക്ക് ഞാൻ വന്നത്, എനിക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലോട്ട് പോകാൻ സാധിച്ചത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അവിടെ പോയി തുടങ്ങിയ ശേഷമാണ് എനിക്ക് മാറ്റങ്ങൾ വന്നത്. പിന്നെ നമ്മളുടെ സ്ഥാപനത്തിലെ ബിസിനസ്സും ഓരോ കൊല്ലവും ഇങ്ങനെ മുകളിലോട്ട് കയറി വരികയും എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു എന്താണ് നല്ലൊരു രീതിയിൽ പോകാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് അമ്മ തരുകയും ചെയ്തു. അപ്പോൾ ആ നഷ്ടം എന്ന് വിചാരിക്കുന്ന കാര്യം, ഇപ്പം ഞാൻ ആ കടയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചങ്ങനെ അതിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും ആ കടമുറി പ്രേതം പോലെ കിടക്കുകയാണ്. അവിടെ ഒരു ബിസിനസ് ചെയ്തിട്ടും അവിടെ ശരിയായിട്ടില്ല. അവിടെ വേറെ ബിസിനസ് വന്നു, അത് പൊട്ടിപ്പോയി. പിന്നെ അത് പഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. ആ പഞ്ചായത്ത് തന്നെ ആ ബിൽഡിങ് വെച്ചിട്ട് ഇരിപ്പുണ്ട്, അവിടെ ഒരു ബിസിനസ്സും ഇല്ല. അപ്പോൾ ചില സംഗതികൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് ലാഭമാണ് വരുന്നതെന്നുള്ളതാണ് തത്വം. അപ്പോൾ ഇതേപോലെ നിങ്ങളത് ആലോചിച്ച് വയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വിചാരിക്കുന്നത് നമ്മളതിനെ പോസിറ്റീവായി കണ്ടിട്ട് അത് ദൈവം നമുക്ക് അത് നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മളെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അതിനേക്കാളും നല്ലതിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിക്കളയരുത്. ആ സമയത്ത് തട്ടിക്കളഞ്ഞ സാധനം തിരിച്ചു പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അത് ശരിയാവില്ല, അതെനിക്ക് മടക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ആ ചിന്താഗതി നിങ്ങൾ വെടിയുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു യാത്രയിൽ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് അതേപോലെ തന്നെ ഒരാളുടെ വീട്ടിൽ കയറി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ മകൻ ജ്യോതിഷം നോക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വളരെ വെൽക്കമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചു, വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചു. അതും കണ്ണൂരുകാരാണ്.
കണ്ണൂരുകാരുടെ സ്നേഹം എടുത്ത് പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരെ എത്തി. അപ്പോൾ കണ്ണൂരുകാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഉച്ചക്കലത്തെ ഭക്ഷണം ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന്, രാത്രിയത്തെ ഭക്ഷണം വേറൊരു വീട്ടിൽ നിന്നായിരുന്നു. അങ്ങനെ ആ കണ്ണൂരുകാരുടെ സ്നേഹം ഒന്നുകൂടി അനുഭവിക്കാൻ പറ്റി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. കഴിഞ്ഞപ്പോൾ അങ്ങനെ ഈ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഈ കക്ഷി ജോത്സ്യർ ഇങ്ങനോട് ജോത്സ്യരോട് എൻ്റെ കാര്യം ഒന്ന് നോക്കി പറയണം പറഞ്ഞു. അങ്ങനെ നോക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ്, നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഗുണമില്ലാത്ത സാധനം ഉണ്ടാകുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാനത് പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ശിവലിംഗം, വലിയൊരു ശിവലിംഗം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ ചോദിച്ചത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് പുള്ളിക്ക്, വേറെ ആരോ പൂജ ചെയ്തിരുന്ന വിഗ്രഹം കൊടുത്തതാണ്. അപ്പോൾ വീണ്ടും പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു, അത് നിങ്ങൾക്ക് ഗുണമല്ല, ഒന്നുകിൽ നിങ്ങളതിന് പൂജ ചെയ്യണം, പൂജ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്, ഇത് പൂജ ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങളതിനെ പൂജ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ സാധനത്തിന് ആർക്കെങ്കിലും സംഭാവന ചെയ്യണം, ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെവിടെയെങ്കിലും അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുക. അത് കൊടുക്കേണ്ട സ്ഥലം വരെ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ പുള്ളിക്കാരന് അതങ്ങനെ വീണ്ടും ഒരു 100 ചോദ്യങ്ങളാണ് വീണ്ടും ചോദിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് കൊടുക്കാൻ ഇഷ്ടമല്ല, ഇദ്ദേഹം പൂജയെല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പോൾ പൂജയുടെയൊക്കെ ഒരാളാകുമ്പോൾ അത് കൊടുക്കണ്ട എന്നുള്ള ചിന്തയാണ് പുള്ളിയുടെ ഉള്ളിൽ. കാരണം അത് ആ ഒരു ദുരിതം പുള്ളിക്കാരന് കളയാൻ കഴിയില്ല. അത് ശിവലിംഗമാണെങ്കിലും അത് പുള്ളിനെ സംബന്ധിച്ച് പുള്ളിക്ക് ദുരിതമാണ്. കാരണം പൂജ കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് പൂജ ചെയ്യാണ്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതിലുള്ള മൂർത്തിക്ക് ഇഷ്ടപ്പെടില്ല, അല്ലേ? നമുക്കറിയാവുന്നൊരു കാര്യമല്ലേ. ഭക്ഷണം ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ആൾക്ക്, ഇന്നില്ല കേട്ടാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതുവരെ കൊടുത്ത ഭക്ഷണത്തിൻ്റെ വില പോയില്ലേ, ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ ദേഷ്യം കയറും, അല്ലേ? പക്ഷെ ഈ ആൾക്കാർക്ക് ദേഷ്യം വരും. അതേപോലെ തന്നെയാണ് പ്രതിമയുടെ കാര്യം, അതിനകത്ത് ചൈതന്യമുണ്ട്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അത് ശരിയാവില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പൂജ ചെയ്യാനുള്ള ഒരു സ്ഥലം പോലും പുള്ളിയുടെ ഇല്ല. സ്വന്തമായിട്ടൊരു അത് വെക്കാനുള്ളൊരു പ്രൈവറ്റായിട്ടുള്ളൊരു മുറിയോ കാര്യങ്ങളോ പുള്ളിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് അതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തതിനെ ഒഴിവാക്കാനായിട്ടുള്ള വിദ്യയൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തന്നെയാണ് നമ്മളുടെ പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നുള്ളത് ചിന്ത എൻ്റെ ഉള്ളിൽ അപ്പോൾ വന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. പുള്ളി തന്നെയാണ് പുള്ളിയുടെ ശത്രു, വേറെ അതില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ അതൊരു അനുഭവമായിട്ട് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നഷ്ടപ്പെട്ട് പോകുന്ന ചില സാധനങ്ങൾ നഷ്ടബോധം ഇല്ലാത്ത രീതിയിൽ കൂടി നിങ്ങളെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ, ഉയർച്ചകളുണ്ടാവും. ഓരോ കാലഘട്ടങ്ങളിലും നമുക്ക് നല്ലത് പ്രകൃതി കാണിച്ചു തരും. ആ സമയത്ത് അയ്യോ എനിക്കിതൊന്നും വേണ്ട എന്ന് പറയാതെ ആ നന്മയിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ചുവട് നിങ്ങൾ മുന്നോട്ട് വെക്കുക. പ്രകൃതി 2 ചുവട് ഇങ്ങോട്ടേക്ക് വെക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.